ഇലക്ട്രോപോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു 2.1 ആംപ്ലിഫയർ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ 2.1 ആംപ്ലിഫയർ വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് വശം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ നിർമ്മിച്ചിരിക്കുന്നത് അക്രിലിക് എന്ന മെറ്റീരിയൽ കൊണ്ടാണ്. ഫ്രണ്ട് പാനലിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. മെയിനായിട്ട് വരുന്നത് ഒരു മാസ്റ്റർ വോളിയം, പിന്നെ ഒരു സബ് വോളിയമാണ്. പിന്നെ അഡീഷണലായി വരുന്നത് ഒരു ബാസ്, ട്രബിള്, മിഡ്, പിന്നെ ഇൻപുട്ട് സെലക്ട് ചെയ്യാനായി ഒരു ഇൻപുട്ട് സെലക്ടറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്നത് ബ്ലൂടൂത്ത് USB കറക്റ്റ് മൊഡ്യൂളാണ്. അതിനൊപ്പം വരുന്ന 2 മൈക്ക് സോക്കറ്റ് കൊണ്ടാണ് ഈ പാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പവർ ആംപ്ലിഫയറിലൊക്കെ ചെയ്തു വരുന്ന RF11 എന്ന മോഡലായ ഒരു പവർ സ്വിച്ചാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വോളിയം കൺട്രോൾ എല്ലാം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അക്രിലിക് എന്ന മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫ്രണ്ട് പാനലിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. ആംപ്ലിഫയറിൻ്റെ ബാക്ക് വശം നോക്കുകയാണെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് 6 RCA സോക്കറ്റാണ്. അതുപോലെ ഒരു കൂളിംഗ് ഫാനിനും അതിൻ്റെ ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. പിന്നെ സബ് ഔട്ട് കണക്ട് ചെയ്യാനായി ഒരു സ്പീക്കർ കണക്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ചാനലിന് വേണ്ടി വേറൊരു സ്പീക്കർ കണക്ടറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു ഫ്യൂസ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ഈ ആംപ്ലിഫയറിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് 100+100 RMS പെർ ചാനലാണ്. അതുപോലെ സബ് ഔട്ടായിട്ട് വരുന്നത് 250 വാട്ട്സ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾവശത്ത് എന്തെല്ലാം ബോർഡുകളും കാര്യങ്ങളുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഈ ആംപ്ലിഫയറിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 2 ബോർഡുകളാണ്. സ്റ്റീരിയോ ബോർഡിനായി 5200 N1943 പെയർ കോമ്പിനേഷനായ ഒരു സ്റ്റീരിയോ ബോർഡും, അതുപോലെ തന്നെ CS 5200 N193 കോമ്പിനേഷനായ ഒരു മോണോ ബോർഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഹെവി ട്രാൻസ്ഫോമറാണ്. 27027 ഒരു 10 ആമ്പിയറിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 12012 അഡീഷണലായി 2 ടാപ്പിങ്ങും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റെക്ടിഫയർ സെക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 50 വോൾട്ട് 4700 μF വരുന്ന കപ്പാസിറ്ററുകളാണ്. അതുപോലെ 12 വോൾട്ടിനായി റെക്ടിഫയർ സെക്ഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു BT ബോർഡാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു BT ബോർഡാണിത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് BC547 വരുന്ന ട്രാൻസിസ്റ്ററാണ്. അടുത്തതായി ഇതിലൊരു സബ് ഫിൽറ്ററും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം 3 to 4 IC വരുന്ന ഒരു സബ് ഫിൽറ്ററാണിത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലോ ഫ്രീക്വൻസി ഔട്ട്പുട്ടാണ് നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നത്. ഇതിൽ നമ്മളൊരു 12 വോൾട്ട് 2 ആമ്പിയർ SMPS യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-way സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു കൂളിംഗ് ഫാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ബ്ലൂടൂത്ത് USB കറക്റ്റ് മൊഡ്യൂളാണ്. അതുപോലെ തന്നെ ഒരു ചാനൽ സെലക്ടർ സ്വിച്ചും നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഫ്രണ്ട് പാനൽ ഭംഗി കൂട്ടുന്നതിനായി നമ്മൾ LED മൊഡ്യൂളും യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ നോക്കാം. അപ്പോൾ നമ്മൾ വർക്കിങ്ങിനായി 2 സ്പീക്കർ എടുത്തിട്ടുണ്ട്. അവാർഡ് എന്ന കമ്പനിയുടെ 2 8-ഇഞ്ച് വൂഫറും, അതുപോലെ ഓഡിയോക്സ് എന്ന കമ്പനിയുടെ ഒരു സബ് വൂഫറും എടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ നോക്കാം.